മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. രാവിലെ തന്നെ കോഫി പൗഡറിന്റെ പേരിൽ വീണ്ടും വഴക്ക് തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ നെവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച കോഫി പൗഡർ ബിന്നി സൂക്ഷിക്കാൻ വേണ്ടി അനുമോളുടെ കയ്യിൽ കൊടുത്തിരുന്നു. അത് അനുമോള് കിച്ചണിൽ തന്നെ മുകളിൽ ഒരു ഷെൽഫിലായിട്ട് വെച്ചു. പക്ഷേ അത് നെവിൻ കണ്ടുവെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. എന്തായാലും ബിന്നി ഇന്ന് രാവിലെ കോഫി പൗഡർ എടുത്ത് നോക്കുമ്പോൾ അതിൽ വെച്ചതിനേക്കാളും വളരെ കുറവാണ് ക്വാണ്ടിറ്റി. ബിന്നി അപ്പോൾ അനുമോളോട് ദേഷ്യപ്പെടുന്നു. ആരെങ്കിലും നെവിൻ്റെ മുമ്പിൽ വെച്ച് സാധനം ഒളിപ്പിച്ച് വെക്കുമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല എന്നൊക്കെ നെവിൻ ബിന്നിയോട് പറയുന്നുണ്ട്. പക്ഷെ ബിന്നി അതൊന്നും ശ്രദ്ധിക്കാതെ അനുമോളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോഫി പൗഡറിൻ്റെ വിഷയം രാവിലെ തന്നെ തുടങ്ങുകയാണ്. കാരണം രാവിലെ ഒനീൽ കുടിച്ചത് കോഫിയാണെന്ന് ഇവിടെ പലരും അറിഞ്ഞു. എവിടെ നിന്നാണ് ഒനീലിന് കോഫി പൗഡർ കിട്ടിയത് എന്നൊക്കെയുള്ള ചോദ്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ സമയത്ത് ഷാനവാസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ചിരിച്ചു പോകുന്നു. പുറകെ ജിഷിനും വരുന്നു. ജിഷിനും ചിരിക്കുന്നു. ഉടനെ അഭിലാഷ് പറയുന്നു, ഇവന്മാരാടാ കോഫി പൗഡർ എടുത്തത്, ഇവന്മാർ ചിരിക്കുന്നുണ്ട്, ഇവന്മാരുടെ മുഖത്ത് കള്ളത്തരമുണ്ടെന്നൊക്കെ ഒനീലിനോട് പറയുന്നു. അറിയാത്ത കാര്യം പറയരുതെന്ന് പറഞ്ഞ് അഭിലാഷിൻ്റെ നേരെ ജിഷിൻ കൈ ചൂണ്ടുകയാണ്. അപ്പോൾ അഭിലാഷിനും ദേഷ്യം കയറും. എൻ്റെ നേരെ കൈ ചൂണ്ടരുതെന്ന് പറഞ്ഞ് അഭിലാഷും ദേഷ്യപ്പെടും. ഉടനെ ജിഷിൻ കൈയുമായിട്ട് അഭിലാഷിൻ്റെ അടുത്തേക്ക് വരുന്നു. എൻ്റെ ദേഹത്ത് തൊട്ട് കളിക്കരുതെന്ന് പറഞ്ഞ് അഭിലാഷ് ജിഷിനെ ഉന്തുന്നു. ജിഷിൻ തിരിച്ച് അഭിലാഷിനെ ഉന്തുന്നു. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഉന്തും തള്ളുവാകുന്നു. ഉടനെ ഷാനവാസും അക്ബറും എല്ലാം വന്ന് കയറി പിടിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഫിസിക്കൽ അസാൾട്ട് പാടില്ല. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ശക്തിക്ക് തന്നെയാണ് ഉന്തുകയും തള്ളുകയും ചെയ്യുന്നത്. ഒരിത്തിരി കാപ്പിപ്പൊടിക്ക് വേണ്ടിയാണോ ഈ വഴക്കുണ്ടാക്കുന്നതെന്നൊക്കെ ഷാനവാസ് ചോദിക്കുന്നു. അപ്പോൾ അനുമോള് പറയുന്നത് ആദ്യം അഭിലാഷാണ് ഉന്തിയത്, ജിഷിൻ ചേട്ടൻ അവിടെ അടങ്ങി നിൽക്കുകയായിരുന്നു എന്ന്. ഉടനെ അഭിലാഷ് അനുമോളോടും ചൂടാകുന്നു. നീ കണ്ടിട്ടില്ലാത്ത കാര്യം പറയാൻ നിൽക്കരുത്, ഇതാണെന്ന് പറഞ്ഞ് അഭിലാഷ് അനുമോളോടും ചൂടാകുന്നു. എന്തായാലും ബിഗ് ബോസ് അപ്പോൾ തന്നെ രണ്ടുപേരെയും ജിഷിനെയും അഭിലാഷിനെയും കൺഫെക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് അവർക്ക് വാണിംഗ് കൊടുക്കുന്നു. ആ സമയത്താണ് അഭിലാഷും ജിഷിനും പറയുന്നത്, ബിഗ് ബോസ് ഞങ്ങൾ പ്രാങ്ക് ചെയ്തതാണ്, കുറച്ച് മുമ്പ് ഞങ്ങൾ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നത് ബിഗ് ബോസ് കണ്ടില്ലേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രാങ്ക് ചെയ്തതാണ്. പക്ഷേ ഇവർ പ്ലാൻ ചെയ്തത് ലൈവിൽ നമ്മളെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനും കരുതിയത് ഇവർ തമ്മിലുള്ള വഴക്ക്, അതായത് ഒറിജിനൽ വഴക്കായിരിക്കുമെന്ന് തന്നെയാണ്. അപ്പോഴാണ് ബിഗ് ബോസും പറയുന്നത്, എന്നെ ഒരു ദിവസം ലീവ് എടുക്കാൻ സമ്മതിക്കില്ലേ, ഞാൻ അത് കണ്ടില്ലായിരുന്നു എന്ന്. ബിഗ് ബോസ് പോലും ഇവർ പ്ലാൻ ചെയ്തത് കണ്ടില്ല. അതിനുശേഷം പൊയ്ക്കോളൂ എന്ന് പറയുന്നു. കാരണം പ്രാങ്ക് ആണെങ്കിൽ പിന്നെ ഇവർക്ക് വാണിംഗ് കൊടുക്കേണ്ടതും മോട്ടിവേഷൻ കൊടുക്കേണ്ടതും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, പൊയ്ക്കോളൂ, പക്ഷേ മറ്റുള്ളവരുടെ വഴക്കിന് കാരണമാകരുത്. എന്തായാലും സത്യം പറഞ്ഞാൽ ഒറിജിനൽ വഴക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അഭിലാഷിൻ്റെ ദേഷ്യമൊക്കെ അങ്ങനെയായിരുന്നു. ഇത് ഒറിജിനലായിട്ട് നടന്നതായിരുന്നുവെങ്കിൽ ഫിസിക്കൽ അസാൾട്ട് തന്നെയായിരുന്നു. അഭിലാഷും ജിഷിനും ഇന്ന് തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇവിക്റ്റായി പോകേണ്ടി വന്നേനെ. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.